ബിരിയാണിക്കൊപ്പം സാലഡ് കൊടുക്കാത്തതുകൊണ്ട് കല്യാണ സ്ഥലത്ത് കൂട്ടയടി നടന്നു. കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ഇന്നലെ തട്ടാമലയ്ക്ക് സമീപമാണ് ഈ സംഭവം നടന്നത്. സത്യം പറഞ്ഞ ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് രസകരമായിട്ട് തോന്നി. കാരണം ഞാൻ ഒത്തിരി ചിരിക്കുകയും ചെയ്തു. പക്ഷേ 3 പേര് ആശുപത്രിയിൽ ആയി എന്നുള്ളത് വേദനാജനകമായൊരു കാര്യമാണെങ്കിലും ഈ സംഭവത്തിന് ആസ്പദമായ സംഭവം കേട്ടപ്പോൾ നമുക്ക് പൊട്ടിച്ചിരിക്കാതിരിക്കാനും പറ്റത്തില്ല അല്ലേ. ഈ വാർത്ത വായിക്കുന്ന ശ്രീകണ്ഠൻ നായർ വരെ ചിരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പറയുന്നത്. ഏതായാലും കൊല്ലക്കാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഈ കാര്യങ്ങളിൽ എന്നാണ് കൊല്ലത്തുകാർ തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നു കൊല്ലത്തുകാർ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, മറ്റുള്ള ജില്ലക്കാരെ അത്രമേൽ നീളിക്കുകയും വേണ്ട. എല്ലാ ജില്ലയിലും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വേറൊരു സംഭവം. കല്യാണ വീട്ടുകളിൽ നടക്കുന്ന പല സംഭവങ്ങളും ചില സംഭവങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടാകുന്നതാണ്. അതായത് പപ്പടത്തിൻ്റെ പേരിലും സലാഡിൻ്റെ പേരിലും അച്ചാറിൻ്റെ പേരിലും പൊറോട്ടയുടെ പേരിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിടുന്നത്. അതിനു മുമ്പ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിന് മുന്നോടിയായിട്ട് നടന്നു പോകും. പക്ഷേ ലാസ്റ്റ് വന്നു നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് പപ്പടത്തിൻ്റെ പേരിൽ അടിയുണ്ടായത് കണ്ടു. അപ്പം പപ്പടം എന്ന് പറയുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ പപ്പടത്തിന് അതിൻ്റേതായ സ്ഥാനം കിട്ടുന്നുണ്ടോ എന്ന് പപ്പടത്തിന് അവന് സംശയമായി. അവസാനമാണ് പപ്പടത്തിൻ്റെ ഒരു അടി വന്നതിന് ശേഷമാണ് പപ്പടത്തിന് സദ്യയിൽ തൻ്റെ മേൽക്കോയ്മ പ്രകടിപ്പിക്കാൻ പറ്റിയത്. അതിനുശേഷം ഏത് കല്യാണത്തിന് നമ്മൾ പോയാലും ഒരു പപ്പടം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പപ്പടം തരാൻ വേണ്ടി തയ്യാറായിട്ടാണ് കാറ്ററിംഗുകാർ നിൽക്കുന്നത്. കാരണം പപ്പടത്തിൻ്റെ പേരിൽ ഇനി ഒരു അടിയുണ്ടാകാൻ അവർ തയ്യാറല്ല. അങ്ങനെ പപ്പടം സദ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ വന്ന സംഭവമായിരുന്നു ഈ പപ്പടത്തിൻ്റെ പേരിൽ അടി. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അവഗണിക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അതിലൊന്നാണ് ഈ പപ്പടം, അച്ചാർ ഐറ്റങ്ങളൊക്കെ. അപ്പം സദ്യയിൽ ഇവരെല്ലാം വേണം താനും, പക്ഷെ അവരെ നമ്മൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ്. വടക്കൻ പ്രദേശങ്ങളിൽ ഇത് നിന്ന് സാമ്പാറാണ്. തെക്കൻ പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പരിപ്പും പപ്പടവും കൂട്ടി ആദ്യമേ ചോറുന്നു. അതുകൊണ്ട് തെക്കൊക്കെ പപ്പടത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. വടക്കോട്ട് കൊല്ലുന്തോറും ആ പ്രാധാന്യം കുറഞ്ഞു വരും. പിന്നെ പപ്പടത്തിൻ്റെ പേര് അടി നടന്നതിന് ശേഷം പപ്പടത്തിന് ആ സദ്യയിൽ ഒരു സ്ഥാനം കിട്ടുകയും ചെയ്യും. അതുപോലെയാണ് സലാഡ്. സലാഡിനെ സംബന്ധിച്ച് ബിരിയാണി കഴിക്കുന്നവർക്കെല്ലാം സലാഡ് വേണം, പക്ഷെ സലാഡിന് അത്ര പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലതാണ്. ഏത് കല്യാണം നോക്കിയാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കല്യാണം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബിരിയാണി കല്യാണമാണോ എന്ന് ആദ്യമേ തിരക്കും. ആണെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ പിള്ളേർക്ക് പോകാനൊരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ. മുതിർന്നവർക്കും അതൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞ് സലാഡിന് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏതായാലും ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം സലാഡിന് ആ പ്രമാണിത്വം തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വാർത്ത മൊത്തമായിട്ടും നമുക്കൊന്ന് കേൾക്കാം. ബിരിയാണിക്കൊപ്പം സാലഡ് കൊടുക്കാത്തതുകൊണ്ട് കല്യാണ സ്ഥലത്ത് കൂട്ടയടി നടന്നു. കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ഇന്നലെ തട്ടാമലയ്ക്ക് സമീപമാണ് ഈ സംഭവം നടന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ രാജ് കൊല്ലത്ത് നിന്ന് തത്സമയം ചേർന്നു. ഈ കല്യാണ സ്ഥലത്തെ കൂട്ടയടിയുടെ കാരണം എന്തായിരുന്നു അരുൺ രാജ്? SKN പപ്പടത്തിന് ശേഷം പൊറോട്ടയ്ക്ക് ശേഷം ഇപ്പോൾ സലാഡിന്റെ പേരിലാണ് കൊല്ലത്ത് അടി നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം കൂട്ടിക്കടയ്ക്ക് സമീപമാണ് പിണക്കൽ എന്ന രാജധാനി ഓഡിറ്റോറിയത്തിൽ ഈ കല്യാണത്തിന്റെ സൽക്കാരം നടക്കുന്നത്. ഈ സൽക്കാരത്തിനിടയിൽ ഈ സൽക്കാരത്തിന് ആഹാരം വിളമ്പിക്കഴിഞ്ഞ ശേഷം ഈ കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലാണ് തർക്കവും അടിപിടിയും ഉണ്ടായത്. ഈ വിവാഹ സൽക്കാരത്തിനെത്തിയ പലർക്കും ഈ ബിരിയാണിക്കൊപ്പം സലാഡ് വിളമ്പിയില്ല എന്ന് ആരോപിച്ചായിരുന്നു കാറ്ററിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ ഇത് നിർമ്മിച്ച ഈ പാചകം ചെയ്തവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഈ തർക്കത്തിൽ ഒടുവിൽ പാത്രങ്ങൾ കൊണ്ട് തലക്കിടിക്കുകയായിരുന്നു. ഈ പരിക്കേറ്റ 4 പേർക്കും തലയ്ക്കാണ് മുറിവേറ്റിട്ടുള്ളത്. ഇരുകൂട്ടരും ഇപ്പോൾ ഇരിവൂരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും സംഭവം വളരെ വലിയ വാർത്തയായി തന്നെ മാറുകയാണ്. കാരണം ഈ കല്യാണ മണ്ഡപത്തിന് കല്യാണ ഓഡിറ്റോറിയത്തിൽ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വധൂവരന്മാരുടെ വീട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ ചിലർ പരാതി ഉന്നയിച്ചു, സലാഡ് കിട്ടിയില്ല ബിരിയാണിക്കൊപ്പം. ഈ പരാതിയാണ് പിന്നീട് ഈ കാറ്ററിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ ഈ പാചകക്കാരും തമ്മിലേക്ക് നീണ്ടതും ഒടുവിൽ കയ്യാങ്കളിയും തമ്മിത്തല്ലുമായി മാറുകയും ചെയ്തു. എന്തായാലും പരിക്കേറ്റവരെല്ലാം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇരുകൂട്ടരും ഇപ്പോൾ ഇരിവൂരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
ഏതായാലും 4 പേര് ആശുപത്രി ആയ സംഭവമാണ്. വളരെയധികം വേദനയുണ്ട്, പക്ഷെ എന്ത് പറയാനല്ലേ. അപ്പം നാളെ പപ്പടത്തിനും പൊറോട്ടയ്ക്കും ഈ സലാഡിനും ഒക്കെ ഈ പ്രാധാന്യം കിട്ടുമ്പോൾ അച്ചാറും ഒക്കെ ഇതിനെതിരെ ഈഗോ അടിച്ച് അവരും നാളെ പ്രശ്നത്തിന് വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അച്ചാറിന് എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ ഒരു സ്ഥാനം നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ട് എന്ന് തോന്നുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി കാണും അല്ലേ, അച്ചാറിനുള്ള സ്ഥാനം. ഏതായാലും നാളെ ഒരു പക്ഷേ മറ്റൊരു കാര്യത്തിൻ്റെ പേരിലായിരിക്കാം ഒരു ഇടിയുണ്ടാകാൻ സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ. കാരണം ബിരിയാണിയിൽ കഷ്ണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞായിരിക്കും ഒരുപക്ഷെ ഇടി ഉണ്ടാകുന്നത് അല്ലേ. പക്ഷേ ബിരിയാണിയിൽ കഷ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ ഇടിയുണ്ടായി കഴിഞ്ഞാൽ മുട്ടനിടിയായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. അതാണ് അവസ്ഥ. ഏതായാലും ഇതെല്ലാം കണക്കുന്നത് ഒരു കല്യാണ വീട്ടിൽ വെച്ചാണെന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷകരമായൊരു മുഹൂർത്തമാണ്. വരൻ്റെ ആയാലും വധുവിൻ്റെ ആയാലും മാതാപിതാക്കൾക്ക് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന് സാക്ഷാത്കരിക്കുന്നത്. ആ വീട്ടിൽ വെച്ചൊക്കെ ഒരു അടിയുണ്ടാകുക ഇടിയുണ്ടാകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാനേ പറ്റത്തില്ല. അടി ഇടിയൊക്കെ ഉണ്ടാകുന്നത് പുറത്ത് പോയി കല്യാണ പെണ്ണിനെയും കല്യാണ ചെറുക്കനെയൊക്കെ വളരെ സന്തോഷപൂർവ്വം വിട്ടതിന് ശേഷം ആയിരുന്നെങ്കിൽ വളരെ നന്നാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പലപ്പോഴും അടിയൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ കാറ്ററിംഗുകാർ തമ്മിലാണ് അടിയുണ്ടായത്. പലപ്പോഴും അടിയുണ്ടാകുന്നത് വരൻ്റെ വീട്ടുകാരും വധുവിൻ്റെ വീട്ടുകാരും ഒക്കെയാണ്. വരൻ്റെ വീട്ടുകാർ ഇത് ചോദിച്ചു, വധുവിൻ്റെ വീട്ടുകാർ അത് പറഞ്ഞു, അങ്ങനെ കൂട്ട അടിയാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അതിന് ശേഷമാണ് ആ വരൻ്റെ വീട്ടിലോട്ട് വധു പോകുന്നതിൻ്റെ കയറിപ്പോവുക എന്നുള്ളത്. വരൻ്റെ വീട്ടിലേക്ക് വധു ചെന്ന് കയറണമല്ലോ. കയറുക എന്നുള്ളത് ആ വധുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ള സമയമായിരിക്കും അല്ലേ. അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ആ വരൻ്റെ വീട്ടുകാരുമായിട്ട് വധുവിൻ്റെ വീട്ടുകാർ ഇടിയിട്ടതിന് ശേഷമാണ് ആ വീട്ടിലോട്ട് ആ വധു ചെന്ന് കയറേണ്ടത്. അപ്പം അവിടെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമയാണ് എല്ലാത്തിനും പരിഹാരമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ വാർത്തകളൊക്കെ കേട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ പുതിയ പുതിയ സംഭവങ്ങളുമായിട്ട് ആരും വരാതിരിക്കട്ടെ എന്ന് മാത്രം താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.